സുഹൃത്തുക്കളെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന റൂൾ ഞാൻ പറഞ്ഞു. സെക്ഷൻ 16 എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് അതേ നമ്പർ തന്നെ പറയുക, റൂൾ 16. അതിൽ അംഗത്വം എടുക്കാനുള്ള ചില ക്രൈറ്റീരിയകളാണ് പറയുക, ചില മാനദണ്ഡങ്ങളാണ് പറയുക. കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് അല്ലെങ്കിൽ കംപ്ലൈഡ് വിത്ത് കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഓഫ് മെമ്പർഷിപ്പ്. ഇതാണ് നമ്മൾ റൂൾ 16 പറയുന്നത്. എന്തൊക്കെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷൻ? ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഒരു അംഗത്വം വേണമെങ്കിൽ എല്ലാത്തിനും എന്ത് വേണം? ഒരു അംഗമാകാൻ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ ആലോചിച്ചാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? എന്ത് കാര്യത്തിനും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഒരു അപേക്ഷ കൊടുക്കണ്ടേ? അല്ലാതെ വീട്ടിൽ വന്ന് വിളിച്ചിട്ടേ വാ അവിടെ പോയിട്ട് ചേര്, അതല്ല, അതൊരു കമ്പൽഷൻ അല്ലേ? അങ്ങനെയില്ല. അപ്പോൾ അംഗത്വത്തിനായിരുന്നാലും ഏത് കാര്യത്തിനായിരുന്നാലും, ലോണിനായിരുന്നാലും ഇത് പണയം വയ്ക്കാനായിരുന്നാലും നമ്മൾ ആദ്യം ഒരു അപേക്ഷയല്ലേ, റിക്വസ്റ്റ് അല്ലേ, ആപ്ലിക്കേഷൻ അല്ലേ കൊടുക്കുക. അപ്പോൾ ഇക്കാര്യത്തിലും ഹി ഹാസ് അപ്ലൈഡ് ഇൻ റൈറ്റിംഗ് ഇൻ ദ ഫോം, പ്രിസ്ക്രൈബ്ഡ് ഫോം. അതിൽ പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്, സംഘം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇതാണ് റൂളിൽ പറയുന്നത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? അങ്ങനെ കൊടുത്താൽ അത് കമ്മിറ്റിയിൽ വയ്ക്കും. സംഘം, മാനേജിങ് കമ്മിറ്റി, ഭരണസമിതിയിൽ വയ്ക്കും. അതിൽ തീരുമാനം വേണം. അപ്പോൾ ഒന്ന് ആപ്ലിക്കേഷൻ വേണം, രണ്ട് കമ്മിറ്റി. എന്താണ്? മറ്റ് എന്തെങ്കിലും കണ്ടീഷൻസ് ബൈലായിലോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ചിട്ട് അതും കൂടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ എനി അതർ ഫോർമാലിറ്റീസ് ഓർ കണ്ടീഷൻസ് ആർ ആൾസോ ടു ബി സാറ്റിസ്ഫൈഡ്. അതാണ് മൂന്നാമത്തെ കേസിൽ ഒരൊറ്റ കാര്യങ്ങൾ പറയുന്നുണ്ട്. കമ്മിറ്റി ഒരു റെസൊല്യൂഷൻ എടുക്കണം. ആ ബോഡി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ എനി അതർ ബോഡി നമ്മൾ ഒരു സംഘത്തിൽ അംഗത്വത്തിന് വേണ്ടി അപേക്ഷ കൊടുത്താൽ ആ സംഘത്തിൻ്റെ ആ ബോഡിയുടെ ഒരു റെസൊല്യൂഷൻ കൂടി ഈ ആപ്ലിക്കേഷനോടൊപ്പം വച്ചിരിക്കണം. അതും കൂടി പരിശോധിക്കപ്പെടും. അപ്പോൾ 4 കാര്യങ്ങൾ. അപ്പോൾ എന്താണ് കണ്ടീഷൻസ്? ഒന്നാമത് അപ്ലൈ ചെയ്തിരിക്കണം, രണ്ടാമത് കമ്മിറ്റി റെസൊല്യൂഷൻ എടുത്തിരിക്കണം, മൂന്നാമത്തെ കേസ് എന്താ? മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് പറയുന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ബോഡി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി അല്ലെങ്കിൽ സ്ഥാപനമാണ് മെമ്പർഷിപ്പിന് വരുന്നെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ റെസൊല്യൂഷൻ കൂടി വേണം. ഇതാണ് നമ്മുടെ റൂളിൽ പറയുന്ന ആദ്യത്തെ ഒരു പോർഷൻ. അത് സിമ്പിൾ ലോജിക്, അതിനകത്ത് ചോദിക്കാനൊന്നും വലുതായിട്ടൊന്നുമില്ല. ഇനി അടുത്ത പോർഷനിലേക്ക് നമ്മൾ നോക്കാം. ആ റൂളിൽ പറയുന്ന സബ് റൂൾ 2. ഓക്കെ, ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിനി നോക്കാനുള്ളത്. ആർക്കാണ് അംഗത്വം, മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാനുള്ള സാധ്യത, കൊടുക്കാതിരിക്കാനുള്ള സാധ്യത ആർക്കാണ്? ഇത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഒരു അപേക്ഷ വന്നാൽ ഇവന് കിട്ടുമോ ഇല്ലയോ നമുക്കറിയണ്ടേ? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ക്യൂരിയസ് ആണ്, നമുക്കെല്ലാം താല്പര്യമുള്ള മേഖലയുമാണ്. ഒരു അംഗത്വം ലഭിക്കാതിരിക്കാനുള്ള കണ്ടീഷൻസ് എന്താണ്? അതിലാദ്യം ഈ റൂൾ 16 സബ് റൂൾ 2 ഇതൊക്കെ പറയുക. എന്താണ് അതിൽ പ്രധാനമായിട്ട് പറയുക? ആദ്യത്തെ ഒരു കേസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹീ ഷുഡ് ഹാവ് അറ്റൈൻഡ് ദി ഏജ് ഓഫ് 18. അവന് 18 ആയോ ഇല്ലേ നമ്മൾ ഒളിഞ്ഞു നോക്കും. ഒരു ദിവസം താഴെയാണെങ്കിൽ ഇല്ല, നാളെ വരാൻ പറയും, അത്ര തന്നെ. അപ്പോൾ 18 വയസ്സ് ക്ലിയർ ആയിട്ട് പൂർത്തീകരിച്ചിരിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. അല്ലെങ്കിൽ അംഗത്വമില്ല. അപ്പോൾ അംഗത്വം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയിൽ ഒന്ന് ഏജ് 18 ആയില്ലെങ്കിൽ. 2 എന്താണ്? നമ്മൾ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ റെസിഡൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ? താമസക്കാരനായിരിക്കണം, സ്ഥിരതാമസം ആ സംഘത്തിൻ്റെ പ്രവർത്തന പരിധിക്കുള്ളിലാകണം എന്ന് പറഞ്ഞില്ലേ? അതുപോലെ അല്ലെങ്കിൽ വേറെ കണ്ടീഷനുണ്ട്, ലാൻഡഡ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നാലും മതി. ഈ 2 കണ്ടീഷൻ പരിശോധിക്കപ്പെടും. അത് രണ്ടുമില്ലെങ്കിൽ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഏജ് 18, പിന്നെ റെസിഡൻ്റ് ആവണം, അല്ലെങ്കിൽ ലാൻഡഡ് പ്രോപ്പർട്ടി ഏരിയയിൽ വേണം. ഇനിയുണ്ട് 3. ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആൾക്കാരെ ആണ് മെമ്പർഷിപ്പിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത്. സി ആയിട്ട് മൂന്നാമത്, ഇഫ് ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെൻ്റ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇഫ് ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെൻ്റ്, പാപ്പരായി പ്രഖ്യാപിക്കണമെന്നെ, എനിക്ക് കാശോ വസ്തുവകകളോ ഈ രാജ്യത്തില്ല എന്ന് കോടതിയിൽ നിന്നും ഒരു പ്രഖ്യാപനം വേണം. അതാണ് അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെൻ്റ് എന്ന് പറയും. ഇൻസോൾവൻസി, പാപ്പരാകുക. കേട്ടിട്ടില്ലേ സുഹൃത്തുക്കൾ? അങ്ങനെ ഒരു പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുള്ള ആളിന് എന്തിനാണ് മെമ്പർഷിപ്പ്? അങ്ങനെയുള്ള ആളിന് മെമ്പർഷിപ്പ് ഇല്ല, അവന് മെമ്പർ ആകണ്ട, അവനൊന്നും ഇല്ലാത്ത ആളല്ലേ, അവന് മെമ്പറല്ല. അപ്പോൾ ഇഫ് ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെൻ്റ്. ഇനി നേരത്തെ തന്നെ ഇൻസോൾവെൻ്റ് ആയി ഇരിക്കുന്ന ഒരാളിനും പറ്റില്ല, അപേക്ഷ കൊടുത്ത ആളിന് മാത്രമല്ല, നിലവിലെ ഇൻസോൾവെൻറ്റിനും പാപ്പറിനും പറ്റില്ല. അയാളെ അൺഡിസ്ചാർജ് ആക്കാത്തടത്തോളം കാലം അതും പറ്റില്ല. അപ്പം നിലവിൽ പാപ്പരാണോ, പാപ്പർ ഹർജി കൊടുത്തിട്ടുണ്ടോ, 2 വിഭാഗത്തിനെയും മെമ്പർഷിപ്പിൽ നിന്നും ഇനി ഒരു പ്രധാനപ്പെട്ട കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് കിട്ടാൻ സാധ്യതയില്ല. അത് സെന്റൻസ്ഡ് ഫോർ എൻ ഒഫൻസ്, ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ള ആളാണോ, അതിന് പ്രത്യേകം കാറ്റഗറി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഒഫൻസ് ഓഫ് എ പൊളിറ്റിക്കൽ ക്യാരക്ടർ,
ടൈപ്പ്, പൊളിറ്റിക്കൽ ടൈപ്പ് ഓർ പൊളിറ്റിക്കൽ ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഓർ എൻ ഒഫൻസ് നോട്ട് ഇൻവോൾവിങ് മോറൽ ടർപ്പിറ്റ്യൂഡ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അസന്മാർഗിക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കോ അല്ലാതെ മറ്റേതെങ്കിലും കാരണങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ട് ഉണ്ട് എങ്കിൽ അയാൾക്ക് അംഗത്വം. ഇനി അങ്ങനെ ശിക്ഷ വിധിച്ച് അതെല്ലാം കഴിഞ്ഞ് 5 വർഷത്തേക്ക് അയാൾക്ക് അംഗത്വത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ 5 years എന്ന് പറയുന്ന സംഗതി കൂട്ടുകാർ ഓർത്തു വയ്ക്കുക. ഒരു ശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 5 വർഷത്തേക്ക് സഹകരണ സംഘത്തിൽ അംഗത്വം സ്വാഹ. ഇനി പ്രധാനമായി വരുന്ന മറ്റൊരു കാറ്റഗറി അംഗങ്ങൾക്ക് ആൾക്കാർക്ക് ആരാണ്? 5ാമതായി പറയുന്നത് ഇഫ് ഹീസ് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദ സെയിം സൊസൈറ്റി. ഇഫ് ഹീസ് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദ സെയിം സൊസൈറ്റി ഓർ ഇറ്റ്സ് ഫിനാൻസിങ് ബാങ്ക്. 2 കാറ്റഗറിയിലാണ്. അതേ സംഘത്തിലെ പെയ്ഡ് എംപ്ലോയി ആണെങ്കിലോ, കൃത്യമായി ശമ്പളം വാങ്ങുന്ന ഒരു ജീവനക്കാരനാണെങ്കിലോ, അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കിൻ്റെ ആ സൊസൈറ്റിയുടെ ധനസഹായ ബാങ്ക് വേർന്നുണ്ടാവും, അവിടുത്തെ പെയ്ഡ് എംപ്ലോയിയും ആവാൻ പാടില്ല. സംഘത്തിൻ്റെയോ ഫിനാൻസിങ് ബാങ്കിൻ്റെയോ പെയ്ഡ് എംപ്ലോയിക്ക് സംഘത്തിൽ അംഗത്വത്തിന് അർഹത. ക്ലിയർ അല്ലേ? 5ാമത്തത്. ഇനി പെയ്ഡ് എംപ്ലോയീസിന് അർഹതയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടുകാർ ഒരു കാര്യം ചോദിക്കണമായിരുന്നു. എംപ്ലോയീസ് സൊസൈറ്റീസിൻ്റെ കേസിൽ ഇതെങ്ങനെ നടക്കും സർ? എംപ്ലോയീസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ജീവനക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംഘം തന്നെയാണ്. അവിടെ ജീവനക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണ്ടേ? അവർ വരുമ്പോൾ നിങ്ങൾ ആ സംഘത്തിലെ പെയ്ഡ് എംപ്ലോയി ആണ്, നിങ്ങൾക്കില്ല എന്നാണ് നിയമത്തിൽ റൂൾ 16 പറയുന്നത് എന്ന് പറഞ്ഞ് വിടാൻ പറ്റുമോ? ഇല്ല, അത് എക്സംഷനാണ്. അവിടെ ഈ സംഘം ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ പെയ്ഡ് എംപ്ലോയിക്ക് വേണ്ടി. അപ്പോൾ അവരല്ലാതെ പിന്നെ ആരാ അവിടെ ചേരുക? അപ്പോൾ അത്തരം കണ്ടീഷൻ, ഇപ്പോൾ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ്, മോട്ടോർ വെഹിക്കിൾ എംപ്ലോയീസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത്തരം സംഘങ്ങളുടെ ജീവനക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംഘത്തിൽ അവർക്ക് മെമ്പർഷിപ്പ് തീർച്ചയായിട്ടും കൊടുക്കണം. അത് എക്സംഷൻ. അപ്പോൾ ഇതൊക്കെ ചുറ്റിക്കെട്ടി നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ചോദിക്കും. റൂൾ 16 ഇങ്ങനെ പറയുന്നു, ഈ സാഹചര്യത്തിൽ മോട്ടോർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സൊസൈറ്റീസിൻ്റെ ഒരു പെയ്ഡ് എംപ്ലോയിക്ക് അവിടെ മെമ്പർഷിപ്പിന് അർഹതയുണ്ടോ? യെസ്, നോ, വേണമേ കൊടുക്കാം, വേണ്ടേ കൊടുക്കണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള 3-4 ആൻസേഴ്സും തരും. അപ്പോൾ ഇത് എക്സംഷൻ കേസാണെന്നും സാധാരണഗതിയിലില്ലെന്നും, പക്ഷേ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി എംപ്ലോയീസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംഘത്തിൽ അതാകാമെന്നും നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം. ഇവിടെ കൊടുക്കാം. മനസ്സിലായില്ല? ഇനി അതുപോലെ മറ്റൊരു വിഭാഗം ആൾക്കാർക്ക് അത് സംഘത്തിൽ നമ്മളിനി പ്രധാനം പഠിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 68. അതിപ്പോഴേ ഓർത്തു വെച്ചോളൂ. സെക്ഷൻ 68 സർചാർജ് എന്ന് പറയും. സർചാർജ്. അപ്പോൾ 68 സർചാർജ് പ്രകാരം സർചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള അതെന്താണെന്ന് ഇപ്പോൾ കൂട്ടുകാർ മനസ്സിലാക്കേണ്ട, അത് വിശദമായി നമ്മൾ പഠിക്കും. അപ്പോൾ സെക്ഷൻ 68 സർചാർജ് പ്രകാരം അത്രയും മാത്രം മനസ്സിലങ്ങ് വയ്ക്കുക. അതറിയാം എന്നതുപോലെ അങ്ങ് പറഞ്ഞോ. ഇപ്പോൾ 68 സർചാർജ് പ്രകാരം സർചാർജ് ചെയ്യപ്പെട്ട ഒരു ജീവനക്കാർ അല്ലെങ്കിൽ ഒരു ആളിനെ സംബന്ധിച്ച്, ഒരാളിനെ സംബന്ധിച്ച് അയാൾക്ക് മെമ്പർഷിപ്പ് ഇല്ല 3 വർഷത്തേക്ക്. സർചാർജ് ചെയ്തതിന് ശേഷം അയാൾക്ക് ഉണ്ടാകുന്ന ബാധ്യത അസസ് ചെയ്തു. ആ തുക അയാൾ സംഘത്തിലേക്ക് തിരിച്ചൊടുക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ സർചാർജ് ഇല്ലാതാകുന്നില്ല. അതുപോലെ തന്നെ അയാളുടെ ലാൻഡഡ് പ്രോപ്പർട്ടി കണ്ടുകെട്ടി, അങ്ങനെയാണെങ്കിലും 3 വർഷത്തേക്ക് അത് അയാൾക്ക് ഇല്ലാതാകുന്നില്ല. അപ്പോൾ സർചാർജിൻ്റെ നടപടികൾ തീർന്നാൽ പോലും 3 വർഷത്തേക്ക്, 3 years എന്ന് പറയുന്നത്, നേരത്തെ 5 years നമ്മൾ ശിക്ഷിക്കപ്പെടുമ്പോൾ 5 years പറഞ്ഞില്ലേ, അതുപോലെ സർചാർജിൻ്റെ കേസിലുള്ള ടൈം ലിമിറ്റ് 3 year ആണ്. മനസ്സിലായല്ലോ? രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം നോക്കി വയ്ക്കുക. അപ്പോൾ ക്രിമിനൽ അഫൻസിന് ശിക്ഷിക്കപ്പെട്ടാൽ 5 years കഴിഞ്ഞ് മാത്രമേ പറ്റൂ. 68 സർചാർജ് പ്രകാരം സർചാർജ് നടപടിക്ക് വിധേയമായാൽ 3 വർഷം കഴിയണം. രണ്ടായിരുന്നാലും പണം തിരികെ പിടിച്ചു, അല്ലെങ്കിൽ സർചാർജ് ചെയ്ത പ്രോപ്പർട്ടി വിറ്റ് അതിൻ്റെ പണം വസൂലാക്കി, പക്ഷേ 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അംഗത്വത്തിനുള്ളൂ. 3 വർഷത്തിനകത്താണെങ്കിൽ മെമ്പർഷിപ്പ് ഇല്ല. അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മെമ്പർഷിപ്പ് ഡിനൈ ചെയ്യാനുള്ള ഒരു റീസണാണ് 68 സർചാർജ്. ഓക്കെ. ഇനി നമ്മൾ ഇപ്പോൾ സെക്ഷൻ 16 പ്രകാരം അംഗത്വത്തിനുള്ള ക്വാളിഫിക്കേഷൻസ് റൂൾ പ്രകാരം ആർക്കാണ് കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി തൊട്ടടുത്ത സെക്ഷൻ 17 നമ്മളൊരു കാര്യം പഠിക്കും. അത് നല്ല അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കും. എന്താണ്? ഒരു ആളിനെ, അംഗത്തെ എങ്ങനെയാണ് എക്സ്പെൽ ചെയ്യുക. ഒരാൾ അംഗം എന്ന് പറഞ്ഞ് വിലസിയിരിക്കുവാണ്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാൽ അയാളെ അംഗത്വം തുടരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അയാളെ പുറത്താക്കാൻ കഴിയും. നമുക്ക് പിന്നെ പഠിക്കാം. അത് സെക്ഷൻ 17. അപ്പോൾ സെക്ഷൻ 17 പ്രകാരം ഒരാളെ അംഗത്വത്തിൽ നിന്നും, മെമ്പർഷിപ്പിൽ നിന്നും എക്സ്പെൽ ചെയ്തു. അത്തരം ആൾക്കാരെ സംബന്ധിച്ച് ഈ എക്സ്പെൽഷന് 1 വർഷത്തിനുള്ളിൽ വീണ്ടും അംഗത്വം നൽകുന്നതല്ല. അപ്പോൾ 1 year എന്ന് പറയുന്ന ടൈം ലിമിറ്റ് അവിടെ പ്രധാനപ്പെട്ടതാണ്. അത് ചോദിക്കും.
അത് മൾട്ടിപ്പിൾ ചോയ്സിന് ഉറപ്പായിട്ട് ചോദിക്കും. നമ്മൾ 3 ഇതുപോലെ കാര്യങ്ങൾ പഠിച്ചു, ടൈം ലിമിറ്റ് പഠിച്ചു. ഒന്ന് 5 ഇയർ, അത് ക്രിമിനൽ ഒഫൻസിന് നമ്മൾ ശിക്ഷിക്കപ്പെട്ടാൽ 5 ഇയേഴ്സ്. പിന്നെ 3 ഇയേഴ്സ് പറഞ്ഞു, അതെന്താണ് 68 സർചാർജ് പ്രകാരം. ഇവിടെ നമ്മൾ മെമ്പർഷിപ്പിൽ നിന്ന് എക്സ്പെൽ ചെയ്താൽ, സെക്ഷൻ 17 പ്രകാരം എക്സ്പെൽ ചെയ്താൽ 1 ഇയർ കഴിയാതെ അവന് പിന്നെ മെമ്പർഷിപ്പ് ഇല്ല. 1 ഇയർ അയാൾക്ക് ഒരു അവധി കൊടുക്കുകയാണ് മെമ്പർഷിപ്പിൽ നിന്ന്. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ ഇതാണ് റൂൾ 16 പറയുന്ന മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മൾ തിരിച്ചാണ് പഠിച്ചത്. മനസ്സിലായല്ലോ? ഒന്നും കൂടി അത് ഒന്ന് സ്പീഡായിട്ട് നോക്കിയേ. ഏതൊക്കെ സാഹചര്യത്തിലുള്ള ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കാം? സിമ്പിളാണ്. ഒന്നും കൂടി പറയുമ്പോൾ അത് കൂട്ടുകാരുടെ മനസ്സിലേക്ക് കയറും. നമ്പർ 1 എന്താ? ഇതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാനുള്ള റീസൺസിൽ നമ്പർ 1 എന്താ? 18 വയസ്സ് തികയാത്ത ഒരാളിന് മെമ്പർഷിപ്പ് ഇല്ല. നമ്പർ 2 എന്താ? ഏരിയ ഓഫ് ഓപ്പറേഷനിൽ താമസമില്ല, ലാൻഡഡ് പ്രോപ്പർട്ടിയും ഇല്ല, അയാൾക്ക് മെമ്പർഷിപ്പ് ഇല്ല. നമ്പർ 3 എന്താ? അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെൻ്റ്. അപ്പോൾ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല, നിലവിൽ നേരത്തെ പ്രഖ്യാപിച്ച് ഡിസ്ചാർജ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ പാപ്പർ ഹർജി ഫയൽ ചെയ്തിട്ടുള്ള ആളിനോ അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാത്ത ആളിനോ ഇല്ല. 3 കാര്യങ്ങൾ പറഞ്ഞു. 18 വയസ്സ്, ഏരിയ ഓപ്പറേഷനിൽ താമസം വേണം, അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെൻ്റ് ആവാൻ, പാപ്പരാകാൻ പാടില്ല. ഇനി 4 എന്താണ്? അയാൾക്ക് ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിലോ രാഷ്ട്രീയത്തിലോ മോറൽ ടർപ്പിറ്റ്യൂഡ് അല്ലാത്ത ഏതെങ്കിലും കേസിൽ അയാളെ ശിക്ഷിക്കപ്പെട്ടാൽ 5 വർഷത്തേക്ക് അയാൾക്ക് പിന്നെ മെമ്പർഷിപ്പ് ഇല്ല. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. പിന്നെ 5ാമത് പറഞ്ഞത് സംഘത്തിലെ പെയ്ഡ് എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് മെമ്പർഷിപ്പ് ഇല്ല. എക്സംഷൻ ഉണ്ട്, ട്രാൻസ്പോർട്ട് സൊസൈറ്റി ഞാൻ പറഞ്ഞു. പിന്നെ 6ാമത് ആയി പറഞ്ഞത് 68 സർചാർജ് ആണ്. സർചാർജ് ആണെങ്കിൽ 3 ഇയേഴ്സ് മെമ്പർഷിപ്പിന് സാധ്യതയില്ല. പിന്നെ ഞാൻ വേറൊരു കേസ് പറഞ്ഞു. എങ്ങനെയാണ്? സെക്ഷൻ 17 പ്രകാരം അയാളെ ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്പെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 1 ഇയറിലേക്ക്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? സിമ്പിളാണ്. അംഗത്വത്തിനുള്ള അർഹതയില്ലാത്ത ആ കാറ്റഗറൈസേഷൻ ക്ലിയർ പഠിച്ചു വെക്കൂ. ഉറപ്പായി ഈ പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക്. കൂട്ടുകാരൊരു കാര്യം മനസ്സിലാക്കുക. ഒരാൾ നല്ല വ്യക്തിയാണ്, ഈ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കിയപ്പോൾ മെമ്പർഷിപ്പിന് അർഹതയുണ്ട്, അയാൾക്ക് കൊടുത്തു. പക്ഷേ അയാൾ ആജീവനാന്തം അവിടെ മെമ്പറായിരുന്നു കൊള്ളും, അല്ലെങ്കിൽ അയാളെ നിലനിർത്തിക്കൊള്ളണം എന്ന് നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല. അവിടെ അയാളുടെ വ്യക്തിത്വം പരിശോധിക്കപ്പെടും. അയാൾക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ് എന്തെങ്കിലും അയാൾ വയലേറ്റ് ചെയ്താൽ അയാൾ മെമ്പർഷിപ്പിൽ നിന്ന് എക്സ്പെൽ ചെയ്യാനുള്ള അധികാരമുണ്ടാവും, മെമ്പർ അല്ലാതായി മാറും. ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ. അപ്പോൾ ഒരിക്കൽ മെമ്പർഷിപ്പ് കിട്ടിയാൽ എന്നേക്കുമായിട്ടുള്ളൊരു മെമ്പർഷിപ്പ് അല്ല. അതും കൂടി കൂട്ടുകാരുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. അത് നമ്മളെ റൂൾ 16 കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സബ് റൂൾ 3 ആയിട്ട് പറയുന്നുണ്ട്. അത് ഓർക്കാൻ വേണ്ടി. ഇത് ജനാധിപത്യ സ്വഭാവമുള്ളതായതുകൊണ്ട് ഇത്തരം അംഗമല്ലാതാക്കി മാറ്റിയാൽ അയാൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ രജിസ്ട്രാർക്ക് പരാതി കൊടുക്കാനുള്ള ഒരു വകുപ്പ് കൂടി ഉണ്ട് എന്ന് തൽക്കാലം കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക. അത് വിശദമായിട്ട് നമുക്ക് പിന്നെ നോക്കാം. അതും കൂടി ഉണ്ട്. ഒരാളെ മെമ്പറായിരിക്കുന്ന ഒരാളെ പുറത്താക്കുമ്പോൾ അയാൾക്ക് പരാതി അല്ലെങ്കിൽ സബ്മിഷൻ കൊടുക്കാനുള്ള അധികാരം, അവകാശം കൂടി ഈ ഡെമോക്രാറ്റിക് ഏരിയ അല്ലെങ്കിൽ എറയിൽ നമുക്ക് ഉണ്ട്. അതും കൂടി മനസ്സിലാക്കുക. ഓക്കെ സുഹൃത്തുക്കളെ, അംഗത്വം, മെമ്പർഷിപ്പ് എന്ന് പറയുന്ന വളരെ പ്രധാനവും ഇൻട്രസ്റ്റിങ്ങും വളരെ രസകരമായിട്ടുള്ള, ആർക്കാണ് മെമ്പർഷിപ്പിന് അർഹത, ആർക്കാണ് അർഹതയില്ലാത്തത്, തിരിച്ചും മറിച്ചുമുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് സെക്ഷൻ 16 റൂൾ 16 ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ 2 തവണ ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 1 അല്ലെങ്കിൽ 2 മാർക്കോ ഈസി ആയിട്ട് പോക്കറ്റിലിരിക്കും. ആരോടും പറയേണ്ട. നമ്മൾ 2 പടി കൂടി മുകളിലേക്ക് കയറിയ വിവരം സുഹൃത്തുക്കൾ മാത്രം അറിഞ്ഞാൽ മതി. ആ മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ഭാവി, നല്ല ഈ ടെസ്റ്റുകൾ വരുന്നു, അതിലേക്ക് നല്ല ഒരു കസേര മനസ്സിൽ സ്വപ്നം കാണാനുള്ള അവസരം ഞാൻ നൽകിക്കൊണ്ട് സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു.